Hi dear friends, once again welcome back to Happy Life TV. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അത് ആരാണ്? അവൻ്റെ ഈഗോ ആണ് എന്ന് നമുക്ക് പറയാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനെന്തോ സംഭവമാണ് എന്നുള്ള ഒരു തെറ്റുധാരണയാണ്. ആ തെറ്റുധാരണയിൽ നിന്നാണ് മനുഷ്യൻ പലപ്പോഴും അഹങ്കാരിയായി മാറുന്നത്. മനുഷ്യന്മാർ പല കാര്യങ്ങളുടെയും പേരിൽ അഹങ്കരിക്കാറുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ, പദവികളുടെ പേരിൽ, വലിയ തറവാട്ടുകാരനാണ് ഞാൻ എന്നതിൻ്റെ പേരിൽ, അങ്ങനെ പല വിഷയങ്ങളുടെയും പേരിൽ അഹങ്കരിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നോളജിൻ്റെ പേരിൽ ഒക്കെ അഹങ്കരിക്കുന്ന, കഴിവുകളുടെ പേരിലൊക്കെ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, തൊട്ടടുത്ത നിമിഷം നമുക്കുണ്ടാകും എന്ന് ഉറപ്പുള്ള എന്ത് കാര്യമാണ് നമുക്കുള്ളത്? അഹങ്കരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക്? തൊട്ടടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു നിമിഷം, ജസ്റ്റ് 1 സെക്കൻഡ് അത് നിലനിൽക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എന്ത് കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളത്? സമ്പത്ത്, അത് തൊട്ടടുത്ത നിമിഷം നിലനിൽക്കും നമുക്ക് വല്ല ഉറപ്പുമുണ്ടോ? നമ്മുടെ തറവാട്ടിൻ്റെ പേര് നിലനിൽക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഇന്ന് വരെ ആ തറവാട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വലിയ അഭിമാനമായിരുന്നു. ആ തറവാട്ടുകാരൊക്കെ വലിയവരായിരുന്നു പഴയ കാലത്ത്. അതിൻ്റെ ആഢ്യത്വത്തിൽ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഞാൻ കൂത്താട്ടുകുളം തറവാട്ടുകാരനാണെന്ന് പറയുമ്പോൾ, പക്ഷേ കൂത്താട്ടുകുളം തറവാട്ടുകാരനായ ഒരാൾ തൊട്ടടുത്ത നിമിഷം ഒരു പെൺകുട്ടിയെ കയറി പിടിച്ച് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂത്താട്ടുകുളം തറവാട്ടിൻ്റെ പേര് പോയില്ലേ? പിന്നെ കൂത്താട്ടുകുളെങ്ങാനും ഇവിടെ വന്ന് മിണ്ടിയച്ചാൽ പിന്നെ നിന്നെ ബാക്കിയുണ്ടാവില്ല, കയ്യുകാലം ഞാൻ തല്ലി ഓടിക്കും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോവില്ലേ? നോളജ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ മനസ്സ് ബ്ലാങ്ക് ആയിപ്പോയി. ഇവിടെ എത്രയോ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദവികൾ, അതിനൊന്നും ഒരു സ്ഥിരതയുമില്ല. തൊട്ടടുത്ത നിമിഷം പോലും സ്ഥിരതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്കൊക്കെ അഹങ്കരിക്കാൻ സാധിക്കുക? ഇതിൽ നിന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാം ഇനിയുമെങ്കിലും എത്തേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളുടെ ഒന്നിൻ്റെയും പേരിൽ തൊട്ടടുത്ത നിമിഷം ഞാൻ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടാണ് ഞാൻ മറ്റവൻ്റെ മുമ്പിൽ, എടാ ഞാൻ കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ എന്നും പറഞ്ഞ് നടക്കാനുള്ള എന്ത് അർഹതയാണ് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനുള്ളത്? എനിക്ക് എൻ്റെ സ്വന്തം ഈ കൈയുടെ ഒരു ഹെയർ, ഒരു രോമം ചലിപ്പിക്കണമെങ്കിൽ പോലും സ്വന്തമായി കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കൈ അത് വേദനിക്കുന്നുവെങ്കിൽ സ്വന്തമായിട്ട് ആ കൈ അത് വേദനിക്കണ്ട, എൻ്റെ കൈയാണെങ്കിൽ അത് വേദനിക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ. പിന്നെ എങ്ങനെയാണ് എനിക്ക് അഹങ്കരിക്കാനാവുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തല്ല എന്നാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. എന്താണ് എന്ന് തൊട്ടടുത്ത എപ്പിസോഡിൽ നാം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല ഞാൻ എന്നുള്ള ഒരു ശരിക്കുമുള്ള ഒരു റിയലൈസേഷനിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ നാം അഹങ്കരിച്ചിരുന്നത് അതൊന്നുമല്ല ഞാൻ, അതൊന്നും തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു അർത്ഥത്തിൽ പോലും അത് സ്ഥിരതയ്ക്ക് സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള ആ തിരിച്ചറിവ് തന്നെ ആന്തരികമായ തലത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രം മതി വിനയമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അല്ലാതെ വിനയം ഉണ്ടാവണമെന്ന് ഉറക്കെ അടിവരയിട്ട് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമായില്ല. അതിലേക്ക് എത്താനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇതൊന്ന് പലതവണ ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കുക. ഓരോ തവണ കണ്ണടച്ചിരുന്ന്, പറ്റുമെങ്കിൽ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട്, സാധാരണ അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് ഞാൻ, എന്നാലും ഈ ഒരു വിഷയത്തിന് വേണ്ടി ഒന്ന് ഹെഡ്സെറ്റ് വെച്ചൊന്ന് ആവർത്തിച്ച് കേട്ട് നോക്കിയാൽ ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്ന, ഞാനൊരു ഒരു 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 നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുന്ന, അതായത് അഹങ്കരിക്കാനുള്ള അർഹതയില്ലാത്ത, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അഹങ്കരിക്കാനുള്ള അർഹതയില്ലാത്തവനാണ് ഞാൻ എന്ന ആ ഒരു ആന്തരിക തിരിച്ചറിയലിലേക്ക് നമ്മൾ എത്തിയാൽ മതി, നമ്മുടെ ജീവിതം വിനയാന്വിതമായിരിക്കും. അതാണ് മനോഹരമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും മറ്റ് വിഷയങ്ങൾ, അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.